നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയി മരിച്ച സംഭവം വിവാദമായതിനു പിന്നാലെ നടപടികൾ കർശനമാക്കി തിരുവനന്തപുരം കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ തയ്യാറാകാത്ത വീടുകൾക്ക് അടിയന്തരമായി പിഴ നോട്ടീസ് നൽകും. മാലിന്യ നിർമ്മാർജ്ജനം 100% മാത്രമേ നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനാകൂവെന്നാണ് നഗരസഭയുടെ കണ്ടെത്തൽ. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് 2024 മാർച്ച് മുതൽ ജൂലൈ 15 വരെ 14.99 ലക്ഷം രൂപ പിഴ ഈടാക്കിയിരുന്നു. 312 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ജൂണിൽ 4.57 ലക്ഷവും ജൂലൈയിൽ 4.97 ലക്ഷം രൂപ പിഴയും ഈടാക്കി. പലതരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും വീടുകളിലെത്തി മാലിന്യം ശേഖരിക്കുന്നത് 82% മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിയുന്നത്. ഇത് 100% മാത്രമേ നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനാകൂ എന്നാണ് നഗരസഭയുടെ കണ്ടെത്തൽ. ഹരിതകർമ്മസേനയുമായി സഹകരിക്കാത്തവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ നൽകാതിരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കേരള മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സ്വീകരിക്കാൻ കഴിയും.